എല്ലാവർക്കും ഡ്രാമ റിവ്യൂയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു സീനിൻ്റെ റിവ്യൂ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇവനാണെങ്കിൽ ഒരു ആക്സിഡൻറ്റ് കാരണം ഹോസ്പിറ്റലിൽ കോമയിൽ കിടക്കുന്നുണ്ടായിരുന്നു. ഈ കോമയിൽ കിടക്കുന്ന അവസ്ഥയിൽ ഇവൻ്റെ ഒരു നൈറ്റ് മെയർ പോലെ വരികയാണ്. അത് അവന് വളരെയധികം പേടിപ്പെടുത്തുന്നുണ്ട്. ഇവൻ സ്നേഹിക്കുന്ന എല്ലാവരും ഇവനെ ഇട്ടിട്ട് പോകുന്നതായിട്ടാണ് ഇവൻ നൈറ്റ് മെയർ വരുന്നത്. ഇവൻ്റെ അച്ഛൻ, അമ്മ, ഇവൻ്റെ അപ്പൂപ്പൻ എല്ലാവരും ഇവൻ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ അവനെ ഉപേക്ഷിച്ചിട്ട് പോകുന്നതായിട്ടാണ് ഇവന് നൈറ്റ് മെയർ ആയിട്ട് വരുന്നത്. ഇവൻ്റെ കുട്ടിക്കാലത്തുണ്ടായിരുന്ന ഒരു ട്രോമയാണ് അവനങ്ങനെ സംഭവിക്കുന്നത്. ഈ ട്രോമ കാരണം അവന് പെട്ടെന്ന് തന്നെ അവൻ്റെ BP ഒക്കെ ഹൈ ആവുകയും അവൻ്റെ സീഷർ അറ്റാക്ക് പോലെയൊക്കെ വരുന്നുണ്ട്. അവന് ശ്വാസം എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരികയാണ്. എൻ്റെ ഗേൾ ഫ്രണ്ടും അവൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇവൻ്റെ ഈ സൗണ്ടൊക്കെ കേട്ട് അവൾ പെട്ടെന്ന് ചാടി എണീക്കുകയും അവനെ സമാധാനപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അവൻ്റെ കണ്ടീഷൻ വളരെ മോശമായിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. അവൾ ഉടനെ തന്നെ ഡോക്ടറെ വിളിക്കുകയാണ്. ഡോക്ടറൊക്കെ വന്ന് ഫസ്റ്റ് എയ്ഡൊക്കെ കൊടുത്ത് അവൻ്റെ കണ്ടീഷനൊക്കെ ഒന്ന് നോർമലാക്കുന്നുണ്ട്. ആ സമയത്ത് സിറ്റുവേഷൻ നോർമലായപ്പോൾ അവിടെ ഇരുന്ന ഒരു പിക്ചർ അവൻ കാണാണ്. ഒരു കുട്ടി വെള്ളത്തിൻ്റെ അടിയിൽ പോവുകയും ഒരു കൈ വന്ന് അവനെ രക്ഷിക്കുന്നതായിട്ടുള്ളൊരു പിക്ചർ അവൻ കാണുന്നുണ്ട്. ഈ നൈറ്റ് മെയർ കാരണം അവനിങ്ങനെ കഷ്ടപ്പെടുമ്പോൾ ഈ പെൺകുട്ടി അവൻ്റെ കൂടെ തന്നെ ഉണ്ടാകും എന്നൊരു വാക്ക് അവന് കൊടുക്കുകയും അവനെ സമാധാനിപ്പിക്കുകയും ആ ഒരു നൈറ്റ് മെയറിൽ നിന്ന് അവനെ പുറത്ത് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. അതോടുകൂടി അവൻ കോമ സ്റ്റേജിൽ നിന്ന് വെളിയിൽ വരികയാണ്. ആ പെൺകുട്ടിയുടെ ഒരു സപ്പോർട്ട് കാരണം അവൻ ആ ഒരു അവസ്ഥ തരണം ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇവൾ അവനെ ഒരുപാട് സമാധാനപ്പെടുത്തുകയും അവനെ കെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവനെ ഒരുപാട് ഇമോഷണലി കരയൊക്കെ ചെയ്യാണ്. ആ സമയത്തെല്ലാം ഇവൾ നല്ല രീതിയിൽ അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. നമ്മളെ മോശം അവസ്ഥയിൽ നമ്മൾ ഒരാളെ കൈപിടിച്ച് എണീപ്പിക്കാനുണ്ടെങ്കിൽ നമ്മൾ ആ ഏതൊരു സിറ്റുവേഷനും തരണം ചെയ്യും. അതുപോലെ ഇവനും ആ ഒരു സിറ്റുവേഷൻ തരണം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഈ ഒരു ലവ് സ്റ്റോറിയൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നു. ഇവരുടെ കെമിസ്ട്രി ആണെങ്കിലും നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു സീന് ഈ ഒരു ആക്ടർ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഓവർ ഇമോഷനൊന്നും ഇല്ലാതെ വളരെ മിനിമലായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലുള്ള ഡ്രാമാസ് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്